ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MC ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്, 25-ാം തീയതി. അപ്പോൾ ഇന്നിപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം 2:50 രാവിലെ അല്ല കേട്ടോ, വൈകുന്നേരം 2:50. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ ചൊവ്വാഴ്ച ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിയായിരുന്നു. പക്ഷേ നമുക്ക് റൂമും മറ്റ് കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. മീൻസ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ഏകദേശം നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് 4 മണി 5 മണിയായി. പിന്നെ അതിനുശേഷമാണ് ഞാൻ മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞാൻ കറണ്ട് അക്കൗണ്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ, അതായത് പാസ്ബുക്കും പിന്നെ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻസ് ചെയ്യാനുമായിട്ട് ഇന്ന് രാവിലെ ഫെഡറൽ ബാങ്കിൽ പോകേണ്ടി വന്നു. അതേപോലെ തന്നെ ഇന്നിപ്പോൾ റൂമും ക്ലീൻ ചെയ്തു. അതേപോലെ തന്നെ അലക്കാനുണ്ടായിരുന്ന ഡ്രസ്സെല്ലാം വാഷിങ് ചെയ്തു. ഇപ്പോൾ അതെ കാണിച്ചു തരട്ടോ, റൂം ക്ലീൻ ചെയ്തേക്കുന്നത്. ഇതാണ് രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റാണ് ഈ ക്ലീനിങ് എല്ലാം നടത്തിയത്. മീൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഓൺലൈനാവാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നു. കാരണം നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. വാതിൽ ചെതല് വൃത്തി പോയി കിടക്കുകയാണ്. അപ്പോൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് വന്നിട്ടില്ല ആൾ. ഓക്കെ, ഇത് നമ്മുടെ കൊച്ചിൻ്റെയാണ്. ആളും വൈഫും കൂടെ നാട്ടിലാണ്. അവർ ജൂണിൽ വരത്തുള്ളൂ, ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട്. ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഓട്ടം കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായി. അതുമാത്രമല്ല, ഓട്ടം കുറവാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഞാൻ എന്തായാലും ഡെസ്റ്റിനേഷനാണ് ഇട്ട് വെക്കാൻ പോകുന്നത്. അത് എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് വെക്കുക. അവിടെ ചെന്നിട്ട് ട്രിപ്പ് റഡാർ വഴി നമ്മുടെ ആലുവയിലേക്കോ കളമശ്ശേരിയിലേക്കോ എല്ലാം കിട്ടുകയാണെങ്കിൽ അത് എടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ഡീസൽ കാശാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ അടിച്ചേക്കണ ഡീസലൊന്ന് സെറ്റാക്കണം. ഇന്നലെ അടിച്ച ഡീസലാണ്. അപ്പോൾ അത് നാളെ ഓടിക്കണമെങ്കിൽ കുറച്ച് മീൻസ് ഈ ഡീസലും വെച്ച് രാവിലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇടും. അതാ വേറെ ഒന്നുമല്ല, എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ. എയർപോർട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ടോക്കൺ അനുസരിച്ച് ഒരു 100-150 വണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് റഡാർ അടിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ആലുവ സൈഡിലേക്കാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് റഡാർ കിട്ടുകയാണെങ്കിൽ നേരെ ആലുവയിൽ വരിക, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കാലി അടിച്ച് വരിക. അത്രേ ഉള്ളൂ. അതായത് അങ്ങോട്ട് ഒരു ട്രിപ്പ് ഇങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞു. അതാണ് മെയിനായിട്ട് ഉദ്ദേശം. മീൻസ് ഇന്ന് ഇത്ര വൈകിയത് കൊണ്ട് തന്നെ നമുക്കൊരു ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ മീൻസ് ഒരു ചെറിയൊരു ചായ കാശ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺലൈനാവാൻ നോക്കാം. ഇപ്പോൾ തന്നെ 3 മണി ആവാറായിട്ടുണ്ട്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കാനും ബാങ്കിൽ പോകാനായിട്ട് വണ്ടി എടുത്താണ്. അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ 3:07 ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വീഡിയോ കോളിൽ വൈഫായിട്ട് സംസാരിച്ചു. അങ്ങനെ ടൈം പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് യൂബർ ഓൺ ചെയ്യാം. യൂബർ അങ്ങനെ പെട്ടെന്ന് ഓൺ ചെയ്യണമല്ല കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ഡെസ്റ്റിനേഷൻ ഇടുന്നു. നമുക്ക് എയർപോർട്ട് ഡെസ്റ്റിനേഷൻ ഇട്ടാൽ മതി. എയർപോർട്ട് ഡെസ്റ്റിനേഷൻ ഇടുക. ഈ ബട്ടൺ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആക്റ്റീവായി കിടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ ഫോട്ടോ സെൽഫി ചോദിക്കുന്നുണ്ട്. ഒരു സെൽഫി എടുക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സോറി, ഡെസ്റ്റിനേഷൻ ആഡായിട്ടില്ല കേട്ടോ. അത് മറ്റേ സെൽഫി ചോദിച്ചപ്പോൾ അത് എനേബിൾ ആയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഡെസ്റ്റിനേഷൻ ഇടുന്നതാണ്. നാവിഗേറ്റ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം ഓണാണ്. ഇപ്പോൾ ഇൻ്റർസിറ്റി ഓണാണെങ്കിൽ പോലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ കൊച്ചി എയർപോർട്ടിലേക്കാണ് ഡെസ്റ്റിനേഷൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ അടിച്ചാൽ പോലും നമുക്ക് കിട്ടത്തില്ല. വേണമെങ്കിൽ നമുക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് നോട്ടിഫിക്കേഷൻ വരും. താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ളൂ. അതേപോലെ തന്നെ തൃശ്ശൂർ മാത്രമല്ല, ഏത് ഇൻ്റർസിറ്റി വന്നാലും നമുക്ക് റഡാറിൽ നോട്ടിഫിക്കേഷൻ വരും.
താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, അറ്റൻഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ റഡാർ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ, അതായത് ഡെസ്റ്റിനേഷൻ ഇട്ടാൽ പോലും റഡാറായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ട്രിപ്പ് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം എന്നൊരു ഗുണം കൂടെ ഉണ്ട് ഈ റഡാർ വഴി. ഓക്കെ. അപ്പം നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്ന് റാപ്പിഡ് ഓൺ ചെയ്യാനുള്ള ഡെസ്റ്റിനേഷൻ വച്ചാലും നമുക്ക് ഗുണമില്ലാത്ത ട്രിപ്പായിരിക്കും വന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കിട്ടിയേക്കുന്നത് റൂമിൻ്റെ അടുത്ത് നിന്ന്, ഏകദേശം റൂമിന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് ആലുവ ശ്രീനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. അപ്പോൾ ഡ്രോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു, അതായത് അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു റിവർ വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു ഏരിയയിൽ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണ ഒരു ഗ്യാപ്പിൽ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി എയർപോർട്ടിലേക്ക് ട്രിപ്പ് കിട്ടുമോ വലിയ നിശ്ചയമില്ല. മീൻസ് ആലുവ ആയതുകൊണ്ട് കിട്ടാനും ചാൻസ് ഉണ്ട്, കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപക്ഷെ എയർപോർട്ടിലേക്ക് ട്രിപ്പ് അടിക്കും, അതുപോലെ തന്നെ മെട്രോയിൽ നിന്നും ട്രിപ്പ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഈ റേഞ്ചിലൊരു, മീൻസ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണ ഡെസ്റ്റിനേഷൻ്റെ ടൈം ഔട്ട് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇത് നമ്മൾ ഡെസ്റ്റിനേഷൻ ഇടുന്ന റൂമിലേക്കായിരിക്കും. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം ഔട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ട്രിപ്പ് എങ്ങോട്ട് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ആപ്പിലെ ഡെസ്റ്റിനേഷൻ വെച്ചത് റിമൂവ് ആയിട്ടുണ്ട് ടൈം ഔട്ടായിട്ട്. ഇപ്പോൾ സമയം 5:30 മണി ആവാൻ പോകുന്നു. ഇപ്പോൾ 123 രൂപ ആ ഒരു ട്രിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതുവരെയായിട്ട് ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. ആക്ച്വലി ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ട്രിപ്പ് കിട്ടാൻ സാധ്യത കുറവാണെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, ഒരു ഓവർ കോൺഫിഡൻസിൽ ഇറങ്ങിയതാണ്. മീൻസ് ഇറങ്ങണ ടൈമിൽ ഏകദേശം 4 മണി ആ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ല ട്രിപ്പും കിട്ടിയാലോ എന്ന് കരുതി, മീൻസ് എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ വെച്ചേക്കണോണ്ട് എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ അത്താണി വഴി ഏതെങ്കിലും ട്രിപ്പ് കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. ഇതിപ്പോൾ അതും കിട്ടിയില്ല. അവിടെ 123 രൂപ. 123 രൂപ നമ്മുടെ ഇതിനുള്ള ചായ കാശായിട്ടുണ്ട്. പക്ഷേ ഡീസൽ കാശ് തയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അത് നാളത്തേക്ക് വല്ലതും, ഡീസലും കുറവാണ്. പിന്നെ നാളെ രാവിലെ ഓടി വല്ല 500 സെറ്റ് ചെയ്തിട്ട് വേണം ഡീസൽ അടിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ പതിയെ ഡെസ്റ്റിനേഷൻ വെച്ച് മൂവ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതുവരെയായിട്ടും ട്രിപ്പൊന്നും അടിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അതായത് ഡെസ്റ്റിനേഷൻ റിമൂവ് ആയിട്ട് പോലും ട്രിപ്പൊന്നും കയറി വന്നിട്ടുണ്ടായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 5:45 ആയതുകൊണ്ട് തന്നെ റൂമിലേക്കുള്ള ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വണ്ടി മൂവ് ചെയ്യുകയാണ്. ഓക്കെ. പോകുന്ന വഴിയിൽ ഇനി തോട്ടക്കാട്ടിൽ എത്തണമെങ്കിൽ മുമ്പായിട്ട് വല്ല ട്രിപ്പും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ ട്രിപ്പൊന്നും കിട്ടത്തില്ല. ആപ്പടെ നമ്മുടെ ഇന്നത്തെ വരുമാനം എന്ന് പറയുന്നത് 123 രൂപ മാത്രമായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാലിയടിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഏകദേശം കിലോമീറ്ററിന് 10 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. ആക്ച്വലി അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വരുമാനം കൂട്ടുന്നില്ല. ഇന്നത്തെ വരുമാനം ജസ്റ്റ് ഒരു നമ്മുടെ ജസ്റ്റ് ചായ കുടിക്കാനുള്ളൊരു ചിലവ് മാത്രമായിട്ടാണ് കരുതുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനിടയിൽ വല്ല ട്രിപ്പോ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. കാരണം വെച്ചാൽ ഡെസ്റ്റിനേഷൻ്റെ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെച്ചുള്ളൂ. ഇനി കൂടിപ്പോയി 1 മണിക്കൂർ വരെ നമുക്ക് ഡെസ്റ്റിനേഷൻ ടൈം കിട്ടും. പക്ഷേ അതിനുള്ളിൽ ട്രിപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കത് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ന് കരുതി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി ഒരു ടൈം കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം കൂടും. പിന്നെ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് വേറെ വണ്ടിക്ക് അകത്തുനിന്ന് വേർക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ റൂമിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് റൂമെത്തിയിട്ട് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാം ട്രിപ്പ് കിട്ടിയോ ഇല്ലെന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആലുവയിൽ നിന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ റൂമെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു, റൂമിൽ തന്നെ കിടന്നുവെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇന്ന് ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ് മൊത്തം ഓടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 123 രൂപ. ഒരു ട്രിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ
ഏകദേശം കിട്ടിയ നമുക്ക് ഇതായിട്ട് കിട്ടിയേക്കുന്നത്, അതായത് എമൗണ്ടായിട്ട് കിട്ടിയേക്കുന്നത് 105 രൂപയാണ്. ബാക്കി മറ്റേ അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ബാക്കി 18 രൂപ നമ്മുടെ യൂബർ വാലറ്റിൽ വന്ന് കിടക്കുന്നുണ്ട്. കിട്ടിയ 123 രൂപയിൽ 50 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അതെ, 50 അല്ല 90 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. 50 രൂപ വീട്ടിലേക്ക് മറ്റേ ഡിഷ് വാഷ് മീൻസ് സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പുകൾ മേടിക്കാനും, പിന്നെ 40 രൂപ വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യാനായിട്ട് ചിലവായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിന് കണക്കും കാര്യങ്ങളും കാണിക്കാനൊന്നുമില്ല, കാരണം വെച്ചാൽ എന്തെങ്കിലും ഉണ്ടായാലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇന്ന് നടത്തിയ ട്രിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നമ്മുടെ ചിലവെല്ലാം നടന്നു പോയിട്ടുണ്ട്. ഏകദേശം വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യാനായിട്ടും, പിന്നെ വീട്ടിലേക്ക് മറ്റേ ഇത് അത്യാവശ്യമുള്ള മീൻസ് പാത്രം കഴുകാനുള്ള സാധനം മേടിക്കാനൊക്കെ ആയിട്ട് ചിലവായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് കയ്യിൽ നിന്ന് കാശ് എടുക്കേണ്ടി വന്നില്ല ഇതിൽ നിന്ന് മാത്രം. പക്ഷേ ഡീസൽ ഏകദേശം ഒരു 500 രൂപയുടെ ഓട്ടത്തിനുള്ള ഡീസൽ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ അത് രാവിലെ ഓടി അഡ്ജസ്റ്റ് ചെയ്ത് മീൻസ് ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ഡീസൽ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 500 രൂപ ബാക്കപ്പ് ഉണ്ടാവും. എന്നാലും അങ്ങനെ ഓടാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ.